ഹലോ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പം എന്താ പറയുക, ചിങ്ങം തുടങ്ങി എല്ലാവർക്കും ഒരു ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒരു പുതുവർഷമായിരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. അത് കണ്ട് ഞാൻ ഞെട്ടി ഗൈസ്. ആ പെണ്ണ് പറഞ്ഞിട്ട് ഞാൻ യൂസ് ചെയ്തിട്ട് കുരു വന്നു എന്ന് എന്നെ പറയരുത്. ബോഡിയിൽ ഡെഫിനറ്റ്ലി യൂസ് ചെയ്യാം, ഫേസിൽ ട്രൈ ചെയ്ത് നോക്കുക. കുരു വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് യൂസ് ചെയ്യാം. വീട്ടിൽ ഞാൻ എണ്ണിയില്ല, കുറച്ച് സാധനങ്ങൾ. അപ്പോൾ നമുക്ക് അതിലേക്ക് കിടക്കാം. അതിന് മുമ്പ് ഞാൻ പറയട്ടെ, ഈ ചിങ്ങത്തിൽ ഇപ്പം ഞാൻ തിത്തിന്തരിയുടെ കളിക്കും ഇത് വെച്ച് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആക്ച്വലി ജസ്റ്റ് ഓപ്പൺ ചെയ്യാം, പവർ ഓൺ ചെയ്യാം. അപ്പോൾ ക്യാമറ ഇവിടെ അല്ലേ, ജസ്റ്റ് കയ്യിലോട്ട് കയറ്റിയിടുക. നമ്മൾ കുളിച്ചിട്ട് നമ്മൾ സോപ്പൊക്കെ ഇടുന്നതിന് മുമ്പ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, ഒരു ഹോൾ വീഡിയോ ആണ്. ആക്ച്വലി ആമസോണിൽ ഒരു പ്രൈം ഡേ ഫെസ്റ്റിവൽ വന്നല്ലോ. ഞാൻ പ്രൈം മെമ്പറാണ് ആമസോണിൽ, കാരണം എനിക്ക് അത്യാവശ്യം എൻ്റെ പർച്ചേസ് എല്ലാം ഞാൻ ആമസോണിൽ നിന്ന് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ ആമസോണിൽ പ്രൈം ഡേ ഫെസ്റ്റിവൽ വന്നപ്പോഴത്തേക്കും ഞാൻ കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചാൽ പിന്നെ ഇതൊരു കണ്ടന്റ് ആക്കിയിട്ടേക്കാം, കുറച്ച് സംതിങ് ഇൻട്രസ്റ്റിംഗ് അല്ല. എപ്പോഴും ഇങ്ങനെ ഈ ഒരു പ്രോഡക്ട്സും അതൊക്കെ ഇങ്ങനെ കാണിക്കുമ്പോൾ കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു ആൾക്കാർക്ക് കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യുമെന്ന് വിചാരിച്ചു. സോ പെട്ടെന്നാണ് ഞാൻ പ്ലാൻ ചെയ്തത്, എന്നാൽ പിന്നെ അതൊരു ഹോൾ വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ വാങ്ങിച്ച ഒത്തിരി സാധനങ്ങളൊന്നും വാങ്ങിച്ചില്ല, ഞാൻ എണ്ണിയില്ല, കുറച്ച് സാധനങ്ങൾ. അപ്പോൾ നമുക്ക് അതിലേക്ക് കിടക്കാം. അതിന് മുമ്പ് ഞാൻ പറയട്ടെ, എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ഞാനൊരു ഗിവ് അവേ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഇന്നൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂൺഡ്. അപ്പം നമുക്ക് സാധനങ്ങൾ ഓരോന്നായിട്ട് കണ്ടാലോ. ആദ്യം ഒന്ന് തുടങ്ങാം. ഞാൻ സൈഡിലെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഹൗസ് മൈ ന്യൂ ഹെയർ സ്റ്റൈൽ, ഞാനൊന്ന് വേവി ഹെയർ ട്രൈ ചെയ്തതാണ് കേട്ടോ, പക്ഷെ കൊള്ളാം, എനിക്കിഷ്ടമായി. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്തിൽ നിന്ന് തുടങ്ങാം? കൈത്തിട്ടയിൽ ഫസ്റ്റ് എടുക്കാം. ഓക്കെ, ഇതൊരു ടോണർ. ദിസ് ഈസ് മൈ ഫേവറേറ്റ് ടോണർ കേട്ടോ. എനിക്ക് ഇപ്പം ഇത് ജോവീസിൻ്റെ ഹെർബൽ സ്കിൻ ടോണർ ഹണിയുടെ ഫ്ലേവറാണ്. പക്ഷേ ഓരോ പ്രാവശ്യം ഞാൻ ഓരോന്ന് ട്രൈ ചെയ്യാറുണ്ട് ഇവരുടെ തന്നെ. ഇതിലെ ഏറ്റവും ബെസ്റ്റ് ഇവരുടെ റോസ് വാട്ടറാണ്, റോസിൻ്റെ ഒരു ഇതുള്ളത്. ഹണി ഗുഡാണ്. ഇത് കുറച്ചും കൂടെ ഒരു എന്താ പറയുക, നമ്മളിപ്പം ഫ്ലോലെസ് സ്കിന്നാണെന്നുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്താൽ തന്നെ നല്ലൊരു ഗ്ലോ ആയിട്ടിരിക്കും. അത് ഇതും അതെ, ആ റോസ് വാട്ടറിൻ്റെ അതെ, കുക്കുംബറിൻ്റെ അതെ. ഈ 3 ഫ്ലേവേഴ്സും അടിപൊളിയാണ്. ഈ 3 എണ്ണത്തിലും എനിക്ക് തോന്നുന്നു ഏറ്റവും ബെസ്റ്റ് ആ റോസ് വാട്ടറിൻ്റെ ഫ്ലേവർ തന്നെ. ഇത് നല്ലതല്ല എന്നല്ല, എല്ലാം ഈക്വലി ഗുഡാണ്. പക്ഷെ ഒരു പൊട്ടിക്ക് എനിക്ക് എവിടെയോ അതാണ് കുറച്ചും കൂടെ എൻ്റെ ഫേവറേറ്റ്. കുറച്ചും കൂടെ സ്മെല്ലും ഒക്കെ അതാണ്. അത് നല്ല ഒരു ഡിവൈൻ സ്മെല്ലാണ് ആ ഒരു ടോണറിന്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ വാങ്ങിച്ചത് അതിനൊന്ന് മാറ്റിപ്പിടിച്ചു ഹണിയാണ്. കുറച്ചും കൂടെ ഒരു മോയ്സ്ചറൈസേഷനും ഒക്കെ കുറച്ചുകൂടെ കൂടുതൽ ഇതായിട്ട് തോന്നി. അങ്ങനെയാണ് ഞാൻ ഇത് വാങ്ങിച്ചത്. ആക്ച്വലി ഈ കുറേ നാളായിട്ട് ഇപ്പം എൻ്റെ സ്വന്തം ഞാൻ വർക്ക് ചെയ്യുമ്പോൾ മുതലേ ഞാൻ ഈ ജോവീസിൻ്റെ ടോണറാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ടോണർ യൂസ് ചെയ്യത്തില്ലായിരുന്നു. ആക്ച്വലി അൻഷിതയും വിവിൻ ചേട്ടനും പറഞ്ഞിട്ടാണ്. കാരണം അവർ രണ്ടുപേരും ഭയങ്കര സ്കിൻ ഭയങ്കര അപ്പം ഞങ്ങൾ ഒരു ദിവസം ഇങ്ങനെ പുറത്ത് പോയപ്പോൾ രണ്ടുപേരുടെയും സ്കിൻ ഭയങ്കര ഗ്ലോയിങ് ആയിട്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ രണ്ടുപേരുടെ സ്കിൻ എന്താ ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് ഇരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അവരാണ് പറഞ്ഞത് അവർ ഈ ഒരു സംഭവം യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെയാണ് ഞാൻ ഇത് ഫസ്റ്റായിട്ട് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ അന്ന് ഞാൻ ആദ്യമായിട്ട് ഈ ഹണിയുടെ ഫ്ലേവറാണ് വാങ്ങിച്ചത്. അതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ സ്മെല്ലടിക്കുമ്പോൾ എനിക്ക് ജാനിയുടെ ഓർമ്മകളാണ് കേട്ടോ. എന്ന് സ്വന്തം ജാനിയിലെ സെറ്റിലെ ഓർമ്മകളാണ്. പിന്നെ ഞാൻ പൗർണമി തിങ്കളിലേക്ക് മാറിയപ്പോഴത്തേക്കും ഞാൻ അതിൻ്റെ റോസ് വാട്ടർ യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് അതിൻ്റെ സ്മെല്ലടിക്കുമ്പോൾ എനിക്ക് പൗർണമി തിങ്കളുടെ ഓർമ്മകളാണ്. ഈ ഓരോ മണങ്ങൾ ഓരോ ഓർമ്മകളാണെന്ന് പറയുന്നത്. നല്ലൊരു റിഫ്രഷിങ് സ്മെല്ലാണ്. പക്ഷെ കുറച്ചും കൂടെ ഇതാണ് എനിക്കിഷ്ടം. അപ്പോൾ ഇതൊരു അടിപൊളി സാധനമാണ്. ടോണർ ട്രൈ ചെയ്യണം എന്ന് തുടങ്ങുന്നവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രസമാണ്. നെക്സ്റ്റ് എന്താണ്? ഒരു കുട്ടി സാധനമല്ലേ, ഇതിനകത്ത് കുറേ സാധനമുണ്ട് കേട്ടോ. ഇത് കുറേ ബ്രഷസാണ്. ഭയങ്കര വിലക്കുറവിൽ ഏകദേശം 10-12 ബ്രഷ് ഉണ്ടെന്ന് തോന്നുന്നു. എനിക്കൊന്നാമത് ഈ പൗച്ച് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. 1 2 3 4 5 6 7 8 9 10 11 12ാമത്തത് അവിടെ ഇരിപ്പുണ്ട്. ആക്ച്വലി അതിൽ ഒരെണ്ണം ഞാൻ ഈ മാസ്ക് ഇടാൻ വേണ്ടിയിട്ട് എടുത്തു. അപ്പോൾ അതുകൊണ്ട് 12ാമത്തത് അവിടെ. ടോട്ടൽ 12 ബ്രഷ്, ഏകദേശം 250-300 റേഞ്ചിലാണ് ഇത്രയും ബ്രഷ് കിട്ടിയത്. നമുക്കിപ്പോൾ പൗഡർ ബ്രഷായിട്ട് യൂസ് ചെയ്യാം, പിന്നെ അല്ലാതെ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാം. ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു ബ്രഷസ് ഉണ്ട്, ഐ ഷാഡോസ് യൂസ് ചെയ്യാൻ പറ്റുന്നതുണ്ട്. ആക്ച്വലി ഇറ്റ്സ് വർത്ത് ഫോർ മണി. പിന്നെ അതിൻ്റെ കൂടെ നല്ല ഒരു പഞ്ഞി പൗച്ച് കിട്ടും. നല്ല സുഖമാണിത്, ഭയങ്കര സോഫ്റ്റായിട്ടുള്ളൊരു പൗച്ചാണ്.
ഇത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്ത് ബ്രഷ് വാങ്ങിക്കാൻ ഇഷ്ടമല്ലാത്തവർക്ക് ഇറ്റ്സ് വർത്ത്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ സാധനം. നമുക്ക് ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ഇതിനകത്ത് ഇട്ടിട്ട് ടിഷ് ഇത്ര ഇത്. പിന്നെ വലിയ വലിയ സാധനങ്ങൾ തീർത്താൽ സമാധാനമായിട്ടിരിക്കുക അല്ലേ. പിന്നെ ഞാൻ അമ്മയ്ക്ക് വേണ്ടിയിട്ടൊരു സാധനം വാങ്ങിയതാണ്. പക്ഷേ ഇതാണ് കൂട്ടത്തിൽ കുറച്ച് എക്സ്പെൻസീവായിട്ട് ഞാൻ വാങ്ങിയത്. അത് എടുക്കാൻ ഇച്ചിരി വെയിറ്റ് കൂടുതലാണ്. ഞാൻ ഷൂ അതിപ്പോഴും കവറിനകത്തിരിക്കുക. അമ്മയ്ക്ക് ചെറിയ മുട്ടിന് വേദന ഒക്കെ വന്നായിരുന്നു. അപ്പം ഞാൻ ആഗാറോടെ പ്രൊഡക്റ്റ് പ്രൊമോഷൻസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പം അങ്ങനെ അവർ കുറേ ലിസ്റ്റുകൾ തന്നപ്പോഴത്തേക്കും അതിനകത്ത് ഞാൻ കണ്ട ഒരു സാധനമാണ്. പക്ഷേ ഇവരിത് എനിക്ക് തരുന്നില്ല. കുറേ നാൾ ഞാൻ നോക്കി, പിന്നെ ഞാൻ കാശ് എടുത്ത് വാങ്ങിച്ച്. അവർക്ക് ഇന്ന ആൾക്ക് ഇന്നതെന്ന് അവർക്കൊരു ഇന്ന മാസം ഇന്നത് മതി എന്ന് അവരുടെ ഒരു ലിസ്റ്റ് ഉണ്ടല്ലോ. അപ്പം നമുക്ക് അങ്ങോട്ട് ആവശ്യപ്പെടാൻ പറ്റത്തില്ല. അപ്പം ഞാൻ കുറേ നാൾ വെയിറ്റ് ചെയ്ത് ഇത് കിട്ടുമായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ അവർ എന്തോ എനിക്ക് അവരത് തരുന്നില്ല. എന്താണെന്ന് എനിക്ക് അറിഞ്ഞില്ല. അവർ വേറെ വേറെ സാധനങ്ങൾ വീണ്ടും വീണ്ടും എനിക്ക് കൂടുതലും മറ്റ് ഈ ഹെയർ ആക്സസറീസ് അവർ തരണം. അങ്ങനെ ഞാൻ പിന്നെ പൈസ കൊടുത്ത് വാങ്ങിച്ചു. ഇതാണ് സംഭവം. ആക്ച്വലി നല്ല വെയിറ്റ് കാണുന്നില്ല അല്ലേ, വെയിറ്റ്. ഇതാണ് ഈ ഒരു അഗാറയുടെ ഒരു വൈബ്രേഷൻ പ്ലേറ്റ്. അത് ഏകദേശം 1 year വാറണ്ടി ഇതിനകത്തുണ്ട്. വാറണ്ടി കാർഡ് ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. ഇപ്പോഴാണെങ്കിൽ ആമസോണിൽ 60% ഓഫറുണ്ട്. ഏകദേശം 13,000 സംതിങ് വരുന്നത് ഇപ്പം 4,000 5,000 റേഞ്ചിൽ കിട്ടുന്നുണ്ട്. കറൻ്റ് ഞാൻ ഇപ്പോൾ ചെക്ക് ചെയ്തപ്പോഴത്തേക്കും 60% ഓഫറുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് പ്ലഗ് ചെയ്യാനുള്ള ഒരു കേബിളും ഒരു റിമോട്ടും വാറണ്ടി കാർഡും പിന്നെ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള 2 ലീഷും അവൈലബിൾ ആണ്. ഇത് നമ്മൾ കണക്ട് ചെയ്തിട്ട് നമ്മളത് കറണ്ടിൽ കൊടുക്കുക. പിന്നെ ഈ സ്വിച്ച് ഓൺ ചെയ്യാം. അപ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു LED സ്ക്രീനിൽ വരും. അത് നമുക്ക് ടച്ചാണ് കേട്ടോ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ടൈമറുണ്ട്. സ്പീഡ് ലെവൽ നമുക്ക് 0 to 180 വരെ അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ മോഡ് P1 to P5 നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. നമുക്ക് കൈക്കും കാലിനും വേണ്ട രീതിയിലുള്ള മെസ്സേജസ് കിട്ടും. പിന്നെ ഇതിൻ്റെ ബാറ്ററി വന്നിട്ട് 2 AAA ബാറ്ററീസ് ആണ്. ഇതൊരു ഫുൾ ബോഡി വർക്കൗട്ടായിട്ട് യൂസ് ചെയ്യും. അതുപോലെ നമ്മുടെ മസിൽസൊക്കെ നന്നായിട്ട് ടോൺ ചെയ്ത് കാലറി ബേൺ ചെയ്യാനും നല്ല വൈബ്രേറ്റ് ചെയ്ത് ബോഡി ഒന്ന് കംപ്ലീറ്റ്ലി ഒന്ന് റിലാക്സ് ചെയ്യാനും ഫ്ലെക്സിബിലിറ്റി ഫിറ്റ്നസ്സും ഒക്കെ കൂട്ടാനും നമ്മൾ ഹെൽപ്പ് ചെയ്യും. ഇത് ഏകദേശം 1 year വാറണ്ടി വരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ കൂടെ വരുന്ന ലീഷ്. നമുക്കിപ്പോൾ ഇത് ഞാൻ അമ്മയുടെയും അച്ഛൻ്റെയും ബ്ലഡ് സർക്കുലേഷനൊക്കെ ഒന്ന് കൂടാനും അവരുടെ കൈയുടെയും കാലിൻ്റെയും മുട്ടുവേനയൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണെങ്കിലും ഇപ്പോൾ ഇത് ശരിക്കും ഉപകരിക്കുന്നത് എനിക്കാണ് കേട്ടോ. ഷാനുമായിട്ടുള്ള വർക്കൗട്ട് സെക്ഷനിൽ ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ പല വർക്കൗട്ട്സും ഞങ്ങളിപ്പം ഇതും കൂടെ ഇൻവോൾവ് ചെയ്ത് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. എനിക്കിപ്പോൾ ഇതൊരു ബോണസായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഈ വൈബ്രേഷൻ പ്ലേറ്റിൽ ഈ കാണുന്നതാണ് അക്യുപഞ്ചർ പോയിൻറ്റ്സ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കാലിൽ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യുമ്പം പ്രോപ്പറായിട്ടുള്ളൊരു അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ റിലാക്സിങ് ടൈമിൽ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ കൂടെ ഈ ഒരു റിമോട്ട് വരുന്നത് കൊണ്ട് നമുക്ക് മോഡ് അഡ്ജസ്റ്റ് ചെയ്യാനും ടൈമർ സെറ്റ് ചെയ്യാനും ഒക്കെ കുറച്ചും കൂടെ ഈസിയും കൺവീനിയൻറ്റും ആണ്. അപ്പോൾ ഇതാണ് പ്രോഡക്റ്റ്. ഇനി നമുക്ക് അടുത്ത പ്രോഡക്റ്റിലേക്ക് പോകാം. ഇത് അങ്ങോട്ട് ഇരിക്കട്ടെ ദൈവമേ. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത സംഭവത്തിലേക്ക് പോകും. ഇതിൽ ഏതെടുക്കുന്നതിന് നമ്മുടെ ഗേൾസിന് ഏറ്റവും കൂടുതൽ ആവശ്യമുണ്ട്, എന്നാൽ എത്ര വാങ്ങിച്ചാലും നമ്മുടെ കയ്യിൽ നിൽക്കാത്തൊരു സാധനമാണ് ഹെയർ ബാൻഡ്. എനിക്ക് പ്രശ്നമുണ്ട്. ഞാൻ എത്ര വാങ്ങിച്ചാലും നമ്മളൊരു ആവശ്യത്തിന് എവിടെയെങ്കിലും പോകാൻ നോക്കുവാണെങ്കിൽ ഒരു ഒറ്റ ഒരെണ്ണം കാണത്തില്ല. ഇല്ലെങ്കിൽ അവിടെ ഇവിടെ എല്ലാം കിടക്കും. ഞാൻ അതുകൊണ്ട് നിരത്തി പിടിച്ച് ഒന്നും നോക്കില്ല. ഇതാ നമുക്ക് 2 സൈഡും കെട്ടാനും. പക്ഷേ ഇതിൻ്റെ 2 സൈഡും അത് മാത്രമല്ല, 2 സൈഡ് കെട്ടുന്ന കാര്യം ഞാൻ പറയാം. അത് കണ്ടോ, ഞാൻ അടുത്ത കാര്യത്തിലേക്ക് പോകും. ആക്ച്വലി എനിക്കിതിനെപ്പറ്റി പറയാൻ ഭയങ്കര ക്വാളിറ്റി ഉള്ള ഒരു സാധനം. നമ്മളിവിടെ നോർമലി ഇപ്പോൾ 10 രൂപയ്ക്കൊക്കെ വാങ്ങിക്കാൻ കിട്ടുമല്ലോ, പക്ഷേ അതിനെക്കാട്ടിലൊക്കെ ഭയങ്കര ക്വാളിറ്റിയാണ്. എത്ര നമ്മൾ ഇതിൻ്റെ മെറൂൺ ഞാൻ യൂസ് ചെയ്തു, നമ്മൾ എത്ര ഇങ്ങനെ വലിച്ചാലും അതിൻ്റെ ആ ഒരു ഇലാസ്റ്റിസിറ്റി പോകുന്നില്ല എന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷം. മറ്റേത് 2-3 പ്രാവശ്യം നമ്മൾ കെട്ടുമ്പോഴത്തേക്കും മുടി പിന്നെ ലൂസായി വരും. കാരണം ഇതിൻ്റെ ഇലാസ്റ്റിസിറ്റി പോകും. പക്ഷേ ഇത് ഭയങ്കര ഹൈ ക്വാളിറ്റി സാധനം കേട്ടോ. പക്ഷെ റേറ്റ് ഞാൻ ഓർക്കുന്നില്ല. നോക്കട്ടെ, ഞാൻ ഓർഡർ ചെയ്തതിനകത്ത് കാണും റേറ്റ്. ഒന്നിൻ്റെ റേറ്റ് ഞാൻ ഇപ്പോൾ ഓർക്കുന്നില്ല കേട്ടോ. വെയിറ്റ്, എത്രയാണ്? 189 രൂപ. 189 രൂപയ്ക്കാണ് നമുക്ക് ഇത്രയും സാധനങ്ങൾ. എത്ര വേണ്ടുണ്ട് ടോട്ടൽ അതിന് നോക്കിയില്ല.
30 പീസസ്, 30 പീസുകളുണ്ട്. പിന്നെ എല്ലാം ഓരോ കളേഴ്സ് അല്ല, 1 2 3 4 5 അല്ല 1 2 3 4 5 6 6 കളേഴ്സേ ഉള്ളൂ. പക്ഷെ അത് തന്നെ ഒരു 4 പീസ് വീതമാണ്. പക്ഷെ അടിപൊളി എന്ന് പറഞ്ഞാൽ മസ്റ്റ് ബൈ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഇത്രയൊക്കെ വാങ്ങി വെച്ചാൽ ഒരു മാസം കഴിയുമ്പോൾ പിന്നെ നമ്മുടെ കയ്യിലുണ്ടാവില്ല, അതാണ് പ്രശ്നം. ഇതാണ് അതിൻ്റെ ഒരു കാർഡൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ 189 രൂപ, അപ്പോൾ ഏകദേശം ഒരു 200 റുപ്പീസിന് ഇത് ഭയങ്കര വേർത്താണ് കേട്ടോ. കാരണം ഒത്തിരി 30 പീസുണ്ട്, ക്വാളിറ്റി ഉണ്ട്. നമ്മൾ അത്യാവശ്യം സൂക്ഷിച്ച് വെക്കുന്ന സ്വഭാവമുള്ളവരാണെങ്കിൽ, എന്നെപ്പെട്ടില്ല, സൂക്ഷിച്ച് വെക്കുന്ന സ്വഭാവമുള്ളവരാണെങ്കിൽ അത്യാവശ്യം അങ്ങ് നിന്നോളും. കാരണം ഒട്ടും വലിഞ്ഞങ്ങനെ പോകുന്നില്ല. ഞാൻ പറഞ്ഞില്ല 2-3 വീക്സായി ഞാൻ ഇതെല്ലാം ഓർഡർ ചെയ്ത് ആമസോണിൻ്റെ പ്രൈം ഡേ എന്ന് പറഞ്ഞ സമയത്ത് വാങ്ങിച്ചത്. പിന്നെ വീഡിയോ എടുക്കാൻ എനിക്കൊരു സമയം കിട്ടാത്തത് കൊണ്ടാണ് ഇത്രയും നീണ്ടുപോയത്. പക്ഷേ ഇതിൻ്റെ ആ ഒരു മെറൂൺ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോഴും സ്റ്റിൽ അത് ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്ത അതേ ആ ഒരു സ്ട്രെങ്ത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതൊരു അടിപൊളി സാധനമാണ്. ഇത് എല്ലാവരും വാങ്ങിച്ചോളൂ. ഞാൻ ലാസ്റ്റ് ഇതിൻ്റെ എല്ലാം പ്രൊഡക്റ്റിൻ്റെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആരാ വിളിക്കണം? ഓക്കെ, അപ്പോൾ അടുത്തതിലേക്ക് പോകാം. അടുത്തത് ഞാനൊരു കോമ്പാക്റ്റ് പൗഡർ. ആക്ച്വലി ഞാൻ പൗഡർ യൂസ് ചെയ്യുന്നൊരു സ്വഭാവം ഇല്ലായിരുന്നു, പക്ഷേ ഇതായിട്ട് ഭയങ്കര ഓയിലി ആയിട്ട് ഫീൽ ചെയ്യുന്നു. അപ്പം ഞാൻ ഈ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് പൗഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഐബാഡയുടെ കോസ്മെറ്റിക്സ് എല്ലാം അത്യാവശ്യം നല്ലതാണ്. ഞാൻ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയാൽ എൻ്റെ പാക്കറ്റൊക്കെ പൊട്ടിച്ചു. പക്ഷേ കൊള്ളാം. ഇതിൻ്റെ ഷെയ്ഡ് സ്നോ വൈറ്റ് ആണ്. ക്രുവൽറ്റി ഫ്രീ ആൻഡ് വേഗൻ. ക്രുവൽറ്റി ഫ്രീ ആണ്. പ്യുവർ സ്കിൻ പെർഫെക്റ്റ് ലുക്ക് ലോങ് വിയർ മാറ്റിഫൈങ് ഒക്കെ അത് കറക്റ്റാണ് കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് എന്താ പറയുക ഓയിൽ മാറ്റുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു ഷെയ്ഡ്. പല ഷെയ്ഡ്സ് ഉണ്ട്. ഇപ്പോൾ ഈ സ്നോ വൈറ്റ് എന്നുള്ള ഷെയ്ഡ് ആക്ച്വലി ഞാനൊന്ന് പരീക്ഷിച്ചതാണ്, പക്ഷേ എൻ്റെ സ്കിന്നിന് അത് കറക്റ്റാണ്. ഇതാ അങ്ങനെ ഒരു ഭയങ്കര പൗഡർ ഇട്ട ഒരു ഇഫക്റ്റ് ഇല്ല. അപ്പോൾ ഇതാണ് ഐലയുടെ ഈ ഒരു ഇത്. എനിക്ക് തോന്നിയത് അതിൻ്റെ പ്രൈസ് നോക്കട്ടെ. $249. പക്ഷേ ഇപ്പോൾ അതിന് 200 റുപ്പീസാണ് കാണിക്കുന്നത്. ഞാൻ വാങ്ങിച്ചപ്പോഴും 170 ആ റേഞ്ചായിരുന്നു കേട്ടോ. ഇതിന് ആ പ്രൈസിന് ഇറ്റ്സ് റിയലി വർത്ത്. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു അടിപൊളി പ്രോഡക്റ്റാണ്. ഇനി അടുത്തതിലേക്ക് കടക്കാം. നെക്സ്റ്റ് ഈസ് മൈ ഫേവറേറ്റ് പ്രോഡക്റ്റ്. ഇത് ഹിമാലയയുടെ റിച്ച് കോക്കോ ബട്ടർ ബോഡി ക്രീമാണ്. ആക്ച്വലി ഇത് ഞാനൊരു 4-5 കൊല്ലമായിട്ട് യൂസ് ചെയ്തതാണ്. കുറച്ച് നാളായിട്ട് ഞാനൊന്ന് സ്റ്റോപ്പ് ചെയ്തായിരുന്നു. പക്ഷേ എനിക്കറിഞ്ഞൂടാ, ഐ റിയലി ലവ് ദിസ് പ്രോഡക്റ്റ്. ഇത് ചുമ്മാ പറയുന്നില്ല, ഇതിൻ്റെ ആ ഒരു ഇത് യൂസ് ചെയ്യുന്നവർക്ക് അറിയായിരിക്കും. ഇത് ഓൾമോസ്റ്റ് എല്ലാ സൂപ്പർ മാർക്കറ്റ്സിലും ഒക്കെ റെഡിലി അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. ഇതിൻ്റെ ആദ്യം ഞാൻ ഇതിൻ്റെ പ്ലസ് പോയിന്റ്സ് പറയാം. ഒന്ന്, ഇതിൻ്റെ സ്മെല്ല്. എൻ്റെ അമ്മോ, നമ്മൾ നല്ല വാനില മുട്ടായിയൊക്കെ ഇല്ലേ, അതിൻ്റെ സ്മെല്ലാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുളിച്ചിട്ട് ഈ ഒരു ക്രീം, ബോഡി ക്രീമാണ് ആക്ച്വലി. ഫേസിലും ഞാൻ ഇട്ടിരുന്നു, പക്ഷേ കുരുവരും, അതൊരു പ്രശ്നമുണ്ട്. കാരണം ഇത് വാട്ടർ ബേസ്ഡ് അല്ല. ഇത് കണ്ടോ, ബോഡി ബട്ടറാണ്. ഇതിൻ്റെ കൺസിസ്റ്റൻസി വരുന്നത് ഇങ്ങനെയാണ്. കുറച്ചൊരു ഓയിലിയും ഒരു ബട്ടറി ടൈപ്പാണ്. അങ്ങനെ വാട്ടർ ബേസ്ഡ് ആണെങ്കിൽ സ്കിന്നിൽ പെട്ടെന്ന് അബ്സോർബ്ഡ് ആയി കുരു വരത്തില്ല. പക്ഷേ ഇത് കുരു വരും, നന്നായിട്ട് വരും. പ്രത്യേകിച്ച് ആക്നെ പ്രോൺ സ്കിൻ. എനിക്ക് യൂസ് ചെയ്ത് ഒരു 2 ദിവസത്തിനുള്ളിൽ കുരു വരും. പക്ഷേ ബോഡിയിൽ ഇടുമ്പോൾ നമുക്ക് ആ കുരു വരില്ല. പക്ഷേ ഇത് നമ്മൾ കുളിച്ച് കഴിഞ്ഞിട്ട് ഇട്ട് കഴിഞ്ഞ് നമ്മൾ വെളിയിലൊക്കെ പോവുകയാണെങ്കിലും നമ്മൾ വേറെ ഒരു പെർഫ്യൂം യൂസ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. കാരണം അത്ര സ്മെല്ലെന്ന് പറഞ്ഞാൽ എനിക്ക് അതിനോട് യു വിൽ റിയലി ലവ് ദിസ്. അത് മാത്രമല്ല പെർഫ്യൂം മണം മാത്രമല്ല, ഗുണവും ഭയങ്കര അടിപൊളി. നമ്മുടെ സ്കിന്ന് ഇപ്പം ഭയങ്കര ഡ്രൈനെസ്, ഇപ്പം കാലിലൊക്കെ ഇങ്ങനെ മൊരി പോലെ വരത്തില്ലേ, അതിനെന്താ പറയുന്നത്, നമ്മുടെ ഇവിടെയൊക്കെ മൊരി എന്ന് പറയും. നമ്മളിപ്പോൾ മൊരി വന്നെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ തലേദിവസം രാത്രി, ഇപ്പോൾ ഇന്ന് രാത്രി ഞാൻ നന്നായിട്ടൊന്ന് ഇട്ട് കിടന്ന് നാളെ രാവിലെ എണീക്കുമ്പോൾ കംപ്ലീറ്റ് പോയിട്ട് നമ്മുടെ സ്കിൻ ഭയങ്കര സൂപ്പർ ഹൈഡ്രേറ്റഡ് എന്നൊക്കെ പറയത്തില്ല, അത്ര പെർഫെക്റ്റ് ആക്കും. കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് സ്കിൻ ഭയങ്കര ബ്രൈറ്റ് ആക്കും.
അത് ഫേസും അതെ. നിങ്ങൾക്ക് കുരു വരാത്ത സ്കിന്നാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇത് ഫേസിൽ യൂസ് ചെയ്യാം കേട്ടോ. കാരണം ഞാനിത് യൂസ് ചെയ്തുകൊണ്ടിരുന്ന സമയം കുരു വന്നിരുന്നെങ്കിൽ പോലും എൻ്റെ സ്കിൻ ഭയങ്കരമായിട്ട് ബ്രൈറ്റായി എന്ന് പറഞ്ഞാൽ ഒരു ഇപ്പം നമ്മൾ ഫെയർ ആൻഡ് ലവ്ലി അങ്ങനത്തെ ക്രീമൊക്കെ ആണെങ്കിൽ നമുക്കൊരു പെയിൽ വൈറ്റാണ് വരുന്നത്, ഒരു വെള്ളറി വെളുത്തല്ലേ വരിക. പക്ഷെ ഇത് ഭയങ്കര ഒരു ഹെൽത്തി വൈറ്റാണ്, ഭയങ്കര ഒരു വെളുത്തിട്ട് പാറുന്നതല്ല. നമ്മുടെ സ്കിന്ന് ഹെൽത്തി ആകുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു കളർ വരില്ലേ, ആ ഒരു എന്താ ഒരു എനിക്ക് അറിഞ്ഞൂടാ, അത് പറഞ്ഞു തരാൻ അതുപോലെ ഹെൽത്തി വൈറ്റ് ആയിട്ടാണ് എനിക്ക് എൻ്റെ ഫേസൊക്കെ ഫീൽ. അത് മാത്രമല്ല സ്കിന്ന് ഡ്രൈനെസ് ഒന്നുമില്ല, ഭയങ്കര ഗ്ലോ ആയിട്ട് സൂപ്പർ ഹൈഡ്രേറ്റഡ് ആയിരിക്കും. കാരണം ഇത് എനിക്ക് ഈ ലൈറ്റിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല, എൻ്റെ ഈ കൈയും വ്യത്യാസം, ഇട്ട കൈയും ഈ ഇടാത്ത കൈയും തമ്മിൽ. പക്ഷേ ഇത് ലൈറ്റിൽ നമുക്ക് അറിയാൻ പറ്റില്ല. നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു കൈയിൽ ഈ ക്രീം ഇട്ടിട്ട് മറ്റേ കൈ ഇതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഡിഫറൻസ് മനസ്സിലാവും. ഹൈലി റെക്കമെൻഡഡ് ആയിട്ട് ഞാൻ ഗ്യാരണ്ടി തരുന്ന ഒരു പ്രോഡക്റ്റാണ്. പക്ഷേ ഫേസിൽ യൂസ് ചെയ്യുന്നത് സൂക്ഷിച്ച് വേണം. ആക്നെ വരുന്നവരാണെങ്കിൽ ഡെഫിനറ്റ്ലി കുരു വരും. കാരണം ഇത് വാട്ടർ ബേസ്ഡ് അല്ല, ഓയിൽ ബേസ്ഡ് ആണ്. കാരണം ഇതിൻ്റെ ഇൻറ്റൻസ്ലി മോയ്സ്ചറൈസേഴ്സ് ഫോർ ഹെൽത്തി റേഡിയൻറ്റ് സ്കിൻ. ഈ റേഡിയൻറ്റ് സ്കിൻ എന്ന് പറയുന്ന പരസ്യത്തിനോട് അല്ലെങ്കിൽ അവർ തരുന്ന ഈ ഒരു ഇതിനോട് ഇത്ര കൂറ് കാണിച്ചിട്ടുള്ള വേറൊരു ക്രീം ഉണ്ടോ എന്ന് എനിക്കറിയാം. ഞാൻ യൂസ് ചെയ്ത റിസൾട്ട് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഇത് മസ്റ്റായിട്ടൊന്നും വലിയ പ്രൈസും ഇല്ല, 250 സംതിങ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇത് ആമസോണിലും കിട്ടും, അല്ലാതെ അത്യാവശ്യം സൂപ്പർ മാർക്കറ്റ്സിലും ഒക്കെ ഇത് കിട്ടും. അങ്ങനെ റെയർ ആയിട്ടുള്ള ക്രീമല്ല, ഇതിൻ്റെ ചെറിയ ബോട്ടിലും ഒക്കെ അവൈലബിൾ ആണ്. ഹിമാലയയുടെ റിച്ച് കോക്കോ ബട്ടർ 216 രൂപയാണ് ഇപ്പം ആമസോണിൽ കാണിക്കുന്ന പ്രൈസ്. പക്ഷേ മസ്റ്റ് ട്രൈ, ഇത് യൂസ് ചെയ്ത് നോക്ക്. ക്രീം ബോഡി ബട്ടർ യൂസ് ചെയ്യണം എന്നുള്ളതെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്തിട്ട് എന്നോട് പറയണേ. കാരണം അടിപൊളിയാണ്. നിങ്ങൾക്ക് ഒന്നാമത് നമ്മളെ തന്നെ നമുക്ക് തിന്നാൻ തോന്നും, അതുപോലെ സ്മെല്ലാണ്. ആഹാ, ഇതിപ്പോൾ എൻ്റെ ഇപ്പം അമ്മ അച്ഛൻ മാറ്റി. കൂടുതലും ബോഡി പ്രിഫർ ചെയ്യാം കേട്ടോ. ഞാനത് വീണ്ടും പറയുന്നത് കാരണം എനിക്ക് കുരു വന്നതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയാം. യൂസ് ചെയ്തിട്ട് ദൈവമേ ആ പെണ്ണ് പറഞ്ഞിട്ട് ഞാൻ യൂസ് ചെയ്തിട്ട് കുരു വന്നു എന്ന് എന്നെ പറയരുത്. ബോഡിയിൽ ഡെഫിനറ്റ്ലി യൂസ് ചെയ്യാം. ഫേസ് ട്രൈ ചെയ്ത് നോക്കുക. കുരു വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് യൂസ് ചെയ്യാം. വീട്ടിൽ അമ്മ അച്ഛനും പുറത്ത് പോയിട്ട് വന്നതാണ്. ഞാനൊന്ന് അവരെ ഒന്ന് അകത്ത് കയറ്റിയിട്ട് ബാക്കി ഷൂട്ട് ചെയ്യാം. ബാക്കി പ്രോഡക്റ്റ് കാണിക്കാം. അതുപോലെ എൻ്റെ ഇവിടെ ഭയങ്കര ഒരു ബട്ടർഫ്ലൈ. ഓക്കെ, ലെറ്റ്സ് കണ്ടിന്യൂ. അടുത്തത് ഞാനൊരു 1 kg ഒരു ബോഡി ബ്ലീച്ചാണ്. ഞാൻ യൂസ് ചെയ്തില്ല. ആക്ച്വലി ബ്ലീച്ച് യൂസ് ചെയ്യുന്ന പരിപാടി എനിക്കില്ലായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ടാന് ബ്ലീച്ചിലേ നിൽക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ പക്ഷേ യൂസ് ചെയ്തില്ല, പൊട്ടിക്കാതെ വെച്ചിരിക്കുകയാണ്. ഫേസിലിടുന്നതിനോട് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ ബ്ലീച്ച്. പക്ഷെ ഇത് കയ്യിലും കാലിലും ഒക്കെ ഇടാൻ അത്യാവശ്യം നല്ലതാണ്. കാരണം ഞാൻ ഓടിപ്പോയി കഥ വന്നിട്ടാണ് നനയ്ക്കുന്നു. നമ്മൾ ഇവിടെ നിന്ന് കുഞ്ഞു പീസ് വാങ്ങിക്കുമ്പോഴത്തേക്കും അങ്ങനെ വാങ്ങിക്കുന്നതിലും കുറച്ചും കൂടെ നമുക്ക് ലാഭം എനിക്ക് തോന്നുന്നു 1 kg വാങ്ങിച്ച് വെക്കുന്നതാണ്. ഇതൊരു ടർമറിക്കിൻ്റെയാണ്. ഫോർ സോഫ്റ്റ് ഗ്ലോയിങ് ബോഡി സ്പെഷ്യലി കസ്റ്റമൈസ്ഡ് ഫോർ ബോഡി സ്കിൻ, നോട്ട് ഫോർ ഫേസ്. ബോഡി ബ്ലീച്ചാണ്. ഇതിൻ്റെ പ്രൈസ് 400. ഇപ്പോൾ 400 ആണ്. പക്ഷെ അന്ന് എനിക്ക് കുറച്ചും കൂടെ കുറവുണ്ടായിരുന്നു കേട്ടോ. ഇന്നിപ്പം ആ ഒരു ഓഫർ കഴിഞ്ഞുകൊണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് അടുത്ത പ്രോഡക്റ്റ്. ഞാൻ യൂസ് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് ഘോരം പ്രസംഗിക്കാൻ അറിഞ്ഞൂടാ. ഇതൊരെണ്ണം വാങ്ങിച്ച് വെച്ചു. പിന്നെ ആക്ച്വലി ഈ സാധനം ഐ ഫീൽ ഹെയർ റിമൂവൽ സ്പ്രേ. ഇത് ആക്ച്വലി സംഭവം അടിപൊളിയാണ്. ഞാനിത് യൂസ് ചെയ്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്. ഇത് വേറൊന്നുമല്ല, ഇത് പൊട്ടിപ്പോയി. ഇത് കേട്ടോ, ഞാനിത് ഫസ്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഇത് പമ്പ് വരുന്നില്ല. പക്ഷെ ഇത് പ്രോഡക്റ്റ് അടിപൊളിയാണ്. പക്ഷെ ഈ ബോട്ടിലിന് ക്വാളിറ്റി ഇല്ലാത്തത് കൊണ്ടാണോ ഇനി ഞാൻ യൂസ് ചെയ്തതിനോട് നമ്മൾ ജസ്റ്റ് പമ്പ് ചെയ്യുകയല്ലേ ചെയ്യുള്ളൂ. പക്ഷെ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അത് ജാമായി, ബോട്ടിൽ വതായിരുന്നു. പിന്നെ ഞാനിത് യൂസ് ചെയ്തത് കണ്ടാൽ നിങ്ങൾ കരയും, അത്ര ദയനീയ അവസ്ഥയാണ്. ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ ഞെക്കുമ്പോൾ ഈ ഒരു പൊട്ടിയിരിക്കുന്ന ഭാഗത്തുനിന്ന് വരും, അത് ഞാൻ എടുത്ത് കയ്യിത്തേക്കും. അങ്ങനെയൊക്കെയാണ് ഇപ്പം ഞാൻ ഇത് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ പൊട്ടാത്ത നല്ല ബോട്ടിലാണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ കയ്യിലിങ്ങനെ അടിച്ചിട്ട് ഒരു എത്ര നേരം വെക്കണം? 10 മിനിറ്റ്.
10 മിനിറ്റില്ല, 7 മുതൽ 8 മിനിറ്റ് വരെ കഴിഞ്ഞിട്ട് ജസ്റ്റ് നമ്മളൊന്ന് തുണി വെറ്റ് ചെയ്തിട്ട് തുടച്ചെടുത്താൽ ഫുൾ ഹെയറും പോകും. പക്ഷേ വാക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര വേദനയൊക്കെ ഉണ്ടല്ലോ. പക്ഷേ ഇത് അടിപൊളി സാധനം എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിലെ ഹെയറും കാലിലെ ഹെയറും ഞാൻ അങ്ങനെയാണ് കളഞ്ഞത്. നന്നായിട്ട് നല്ല എഫക്റ്റീവ്. ഞാൻ വിചാരിച്ചത് എങ്ങനെ പോകും. ആക്ച്വലി നമ്മൾ ആ ക്രീമൊക്കെ ഉണ്ടല്ലോ, ക്രീമിൻ്റെ വേറൊരു ഫോമാണിത്. പക്ഷെ കുറച്ചും കൂടെ യൂസ് ചെയ്യാൻ എളുപ്പമാണ് ഇത് പൊട്ടിയില്ലെങ്കിൽ. ഇപ്പം ഞാൻ തിത്തിന്തരിയുടെ കളിക്കും ഇത് വെച്ച് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആക്ച്വലി ഇനി ഈ ഒരു ബോട്ടിലിന് മാത്രമേ ഈ ഇഫക്റ്റ് ഉള്ളൂ എന്ന് എനിക്ക് അറിയത്തില്ല. കാരണം ഇനി ഇത് തീർന്നു കഴിയുമ്പോൾ ഞാൻ വേറെ വാങ്ങിക്കുമ്പോൾ നോക്കാം. അലോവേറ, വൈറ്റമിൻ ഇ അതുപോലെ ഭയങ്കര ഡ്രൈനെസ് ഒന്നുമില്ല, നല്ല സ്മൂത്താണ്. നമ്മളിത് യൂസ് ചെയ്ത് കഴിഞ്ഞ് തുടച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കുളിച്ചൊക്കെ കഴിയുമ്പോഴത്തേക്കും സ്കിൻ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത് കേട്ടോ. ഇതൊരു ഞാൻ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ചെയ്യുന്ന കണ്ടിട്ട് മേടിച്ചൊരു സാധനമാണ്, ഒരു എക്സ്ഫോളിയേറ്റിംഗ് ഗ്ലവ്. അതായത് ഇപ്പോൾ സ്ക്രബ് ചെയ്യുമല്ലോ, നമ്മൾ ബോഡി സ്ക്രബ് ചെയ്യുന്നത് പോലെ ഒരു ഗ്ലവ്. ഞാനിത് ഏതോ ഒരു ഹിന്ദി ഇൻഫ്ലുവൻസറിൻ്റെ കണ്ടപ്പോഴത്തേക്കും മേടിക്കണമെന്ന് വിചാരിച്ചതാണ്. ഇതൊരു ഇതിൻ്റെ മെറ്റീരിയൽ ഭയങ്കര ഇതുണ്ട്. ഇതിൻ്റെ മെറ്റീരിയൽ കുറച്ച് പരുപരുത്ത മെറ്റീരിയലാണ്. ജസ്റ്റ് കയ്യിലോട്ട് കയറ്റിയിടുക. നമ്മൾ കുളിച്ചിട്ട് നമ്മൾ സോപ്പൊക്കെ ഇടുന്നതിന് മുമ്പ് ഇത് വെച്ച് ജസ്റ്റ് ഒന്ന് വെറ്റാക്കിയിട്ട് കൈയൊക്കെ, പക്ഷെ വെറ്റാക്കിയിട്ട് ചെയ്യുമ്പോൾ വല്ലാതെ ചെയ്യുമ്പോൾ നല്ല വേദന എടുക്കും കേട്ടോ. വേദന എടുക്കും, കുറച്ച് നേരത്തേക്ക് ആ ഒരു പരിവരിപ്പും കാണും. പക്ഷേ ഞാൻ ഇതൊരു യൂസ് ചെയ്തില്ല. ഞാൻ ആ പെൺകുട്ടി ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ഇങ്ങനെ വെറ്റായിട്ട് ഇങ്ങനെ സ്ക്രബ് ചെയ്യുമ്പോഴത്തേക്കും ഡെഡ് സ്കിൻ സെൽസ് ഒക്കെ ഇങ്ങനെ ഇറങ്ങി വരും. നമുക്ക് ഫുള്ള് മുഖത്ത് പതുക്കെ ചെയ്യാവുള്ളൂ. കൈ, കാല്, ബോഡി എല്ലായിടത്തും യൂസ് ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് ഒരു ഷോർട്സിൽ വല്ലതും റിവ്യൂ ഇടാം. കാരണം ഞാൻ യൂസ് ചെയ്തില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഇറ്റ്സ് റിയലി വർത്ത്. കാരണം നമ്മൾക്കിത് ഉരയ്ക്കുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് ആ ഒരു പരവരപ്പ്. പിന്നെ പറഞ്ഞ പരിപരിപ്പ്. ഓക്കെ, ഇതാണ് സംഭവം. അപ്പോൾ ഇതിൻ്റെ ഞാൻ യൂസ് ചെയ്തിട്ട് റിവ്യൂ ഒരു ഷോർട്സ് ആയിട്ട് വല്ലതും ഇടാം. നെക്സ്റ്റ് അടുത്തതും കുറച്ച് ഹെയർ ബാൻഡ്സ് ആണ്. അത് സ്ക്രഞ്ചീസ് ആണ്, മറ്റേ ബാൻഡ് അല്ല. അതാ ഇങ്ങനത്തെ കുറേ കളർഫുൾ സ്ക്രഞ്ചീസ്. ഇതൊക്കെ വാങ്ങിച്ച് വയ്ക്കുമ്പോൾ ഒരു 6 മാസത്തിനകം ഇതെല്ലാം പോകും. ഇത് MRP 600 അത്രയൊന്നും ഇല്ല കേട്ടോ. ഓക്കെ, ഇത് പാക്ക് ഓഫ് 8 129 റുപ്പീസാണ്. ഇതിനകത്ത് 600 എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഓഫർ 79% ഓഫറിലാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ ഇതിനകത്ത് 6 എണ്ണം ഉണ്ട്, പല കളേഴ്സ് സ്ക്രഞ്ചീസ്. അടുത്ത സാധനത്തിലേക്ക് അടുത്ത 2 സാധനം കുറച്ച് എന്താ പറയുക, ഭയങ്കര യൂസ് ഉള്ള 2 സാധനങ്ങൾ. ഒന്ന് പെയിൻലെസ് ഐബ്രോ ട്രിമ്മർ. ഏതിൻ്റെ ആ ബ്രാൻഡില്ലേ, പെയിൻലെസ് ഐബ്രോ ട്രിമ്മർ. അടിപൊളി സാധനമാണ്. ഞാനിപ്പോൾ ഇത് വെച്ചിട്ടാണ് ഐബ്രോ എടുത്തിരിക്കുന്നത്. എനിക്ക് പൊതുവേ പാർലറിൽ പോയി ത്രെഡ് ചെയ്യാനൊക്കെ അതിലേക്ക് പോകുമ്പോൾ കയറും എന്നുള്ളതല്ലാതെ അതിനു വേണ്ടി പോകാൻ ഭയങ്കര മടിയുള്ള ഒരാളാണ്. പക്ഷെ ഞാനിത് യൂസ് ചെയ്ത് നോക്കി, അടിപൊളി സാധനം. ഇതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു പെൻ പോലെ വരും. പിന്നെ ഒരു ക്ലീനിങ് ബ്രഷ്. എല്ലാം താഴെ നല്ലൊരു പാർക്കർ പെന്ന് പോലെ. ജസ്റ്റ് ഓപ്പൺ ചെയ്യാം, പവർ ഓൺ ചെയ്യാം. ഇപ്പോൾ ക്യാമറ ഇവിടെ അല്ലേ, ചെറിയ വൈബ്രേഷൻ പോലെ തോന്നും. ഇങ്ങനെ ജസ്റ്റ് പേന വെച്ച് ചെയ്യുന്ന പോലെ ചെയ്താൽ കറക്റ്റായിട്ട് പോകും. അതുപോലെ ഇവിടെ ചെറിയൊരു വേദന വരും കേട്ടോ ഇത്. പക്ഷെ അടിപൊളി സാധനം. ഓഫ് ചെയ്തിട്ട് അടച്ചു വയ്ക്കുക. അതിൻ്റെ പ്രൈസ് ഇതെന്താണ്, ഇതൊന്നുമില്ല ഇതിൻ്റെ അകത്ത്. 449 ആണ് ഇപ്പം പ്രൈസ്. 1300 രൂപയുടെ സാധനം ഇപ്പം 65% ഓഫറിൽ 449 രൂപയ്ക്ക് കിട്ടും. ഇത് മസ്റ്റ് ഹാവ് ആണ്. പ്രത്യേകിച്ച് എനിക്ക് ഇവിടെയൊക്കെ നല്ല ഹെയർ ഉണ്ട്, അപ്പോൾ അതൊക്കെ കളയാൻ വേണ്ടിയിട്ട് യൂസ്ഫുള്ളാണ്. ഈ ലാസ്റ്റ് വൺ നമ്മളെല്ലാം കഴിഞ്ഞു. ലാസ്റ്റ് പ്രോഡക്റ്റ് കുറേ നാളായിട്ട് ഞാൻ വാങ്ങിക്കണമെന്ന് വിചാരിച്ച മാഴ്സിൻ്റെ
ജെയ്ഡ് റോളർ ആൻഡ് ഗുവാഷ. എനിക്ക് ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ചതിൽ ഭയങ്കരമായിട്ട് ഇഫക്റ്റീവായിട്ട് തോന്നിയ ഒരു സാധനമാണ് ഈ ഗുവാഷ. കൂൾസ് ആൻഡ് സൂത്ത് ആൻഡ് സ്കിൻ, ബൂസ്റ്റ് ബ്ലഡ് സർക്കുലേഷൻ. ആ പറഞ്ഞത് 100% കറക്റ്റാണ്. കാരണം നമ്മൾ ഇപ്പോൾ ജെയ്ഡ് സ്റ്റോൺ ആണെങ്കിലും ഗുവാഷ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ഇവിടെയൊക്കെ നല്ല റെഡിഷ് ആവും. നമ്മുടെ ആ ഒരു ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടിയിട്ട് ഇത് രണ്ടാണ് സാധനം. ഭയങ്കര തണുപ്പാണ് കേട്ടോ. ഒന്ന് ഈ ഒരു ജെയ്ഡ് റോളർ, പിന്നെ ഈ ഗുവാഷ. ഇത് ഓക്കെ എന്നാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ വലിയ ഒരു നല്ല സുഖമാണ്. നല്ല തണുപ്പായതിൻ്റെ ഒരു മസാജ് ചെയ്യാനും അതുപോലെ നമ്മുടെ സിറം ക്രീമൊക്കെ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് സ്കിന്നിലേക്ക് അബ്സോർബ് ചെയ്ത് ഇറങ്ങാനൊരു ചെറിയ മസാജിങ് നല്ലതാണ്. ഇതിൻ്റെ 100 ഇരട്ടി റിസൾട്ടാണ് എനിക്ക് ഈ ഒരു സാധനം ഗുവാഷ. ഞാൻ ഒരുപാട് പേര് ഇത് വെച്ച് യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതെങ്ങനെയാണ് ഇതുകൊണ്ട് യൂസ് ചെയ്യുമ്പോഴത്തേക്കും എൻ്റെ ഡബിൾ ചിൻ ഒരു വലിയ ഇതായിട്ടും കുറേ ചേച്ചിമാരും ആൻറ്റിമാരും ഒക്കെ എന്നെ കളിയാക്കിക്കൊണ്ടിരുന്ന ഒരു ഇതാണ്, കുട്ടിയുടെ ഡബിൾ ചിൻ നോക്കൂ, ഭയങ്കര ഏജ് തോന്നുന്നു. അത് ഹെറിഡിറ്ററി ആയിട്ടുള്ളതാണ്. നമുക്ക് ഡബിൾ ചിൻ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതിനകത്ത്. അപ്പം അതുകൊണ്ട് അതൊന്നും നമ്മൾ കുറച്ച് വെക്കാമെന്നേ ചെയ്യാൻ പറ്റും. അല്ലാതെ ഇപ്പോൾ അതിനെ ഇപ്പോൾ കളിയാക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല ചേച്ചിമാരെ. നിങ്ങൾ സ്വയം കണ്ണാടി നോക്കണം, എല്ലാം തികഞ്ഞവരാണ്. എനിക്കതൊരു വിഷയമല്ല. പക്ഷേ എനിക്ക് ഈ ഒരു സാധനം യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് കുറച്ചും കൂടി ഇവിടെ ഡെഫിനിഷൻ കിട്ടിയതുപോലെ തോന്നുന്നുണ്ട്. അതുപോലെ എൻ്റെ ഇവിടെ ഭയങ്കര ഒരു ബട്ടർഫ്ലൈ. അതുപോലെ എൻ്റെ ഈ ചീക്കിൽ എനിക്ക് കുറച്ച് ഫാറ്റ് കൂടുതലാണ്. പക്ഷെ ഞാനിത് ഡെയിലി ഇത് വെച്ചൊരു 5 to 6 minutes മസാജ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എൻ്റെ ഫേസ് ആ ഒരു ഷേപ്പ്ലെസ് ആയിട്ടുള്ളത് മാറിയിട്ട് ഇവിടെയൊക്കെ നല്ല പെർഫെക്റ്റ് ആയി. അതുപോലെ ഇവിടെ ഇങ്ങനെ ഈ ഒരു ഇത് വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് ഈ 2 മൂക്കിൻ്റെ സൈഡ് ഇവിടെ എല്ലാം ചെയ്തതിന് ശേഷം 100% ജെന്യുവൻലി സ്പീക്കിംഗ് എനിക്കിത് ഭയങ്കര റിസൾട്ടായിട്ട് തോന്നി. നമ്മളിപ്പോൾ രാത്രി ഇത് ചെയ്തിട്ട് രാവിലെ എഴുതി നോക്കുമ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു ഫേസിൻ്റെ ആ ഒരു ഫാറ്റ് എല്ലാം പോയി നമ്മുടെ ഫീച്ചേഴ്സൊക്കെ ഭയങ്കര എടുത്ത് കാണിക്കുന്നത് പോലെ ഇരിക്കുന്നത്. കാരണം ഫാറ്റ് വരുമ്പോഴാണ് നമ്മുടെ ഫീച്ചേഴ്സൊക്കെ നമുക്ക് കറക്റ്റായിട്ടൊരു ഡെഫിനിഷൻ ഇല്ലാതെ ഒരു എന്തെങ്കിലും ഒരു ചീർപ്പ് പോലെ തോന്നുന്നു. പക്ഷേ രാവിലെ എനിക്ക് നമ്മുടെ ഫേസ് ഭയങ്കര ഷാർപ്പായിരിക്കും. ഈ ഒരു സംഭവം യൂസ് ചെയ്ത് മസ്റ്റായിട്ട് വാങ്ങിക്കേണ്ട ഒരു സംഭവമാണ് കേട്ടോ. പ്രത്യേകിച്ച് ഈ ഫേസിൽ ഫാറ്റ് കൂടുതലുള്ളവർ ശരിക്കും. അതുമാത്രമല്ല ഈ ബ്ലഡ് സർക്കുലേഷൻ ഭയങ്കരമായിട്ട് കൂടിയിട്ട് എനിക്ക് ബ്ലഷ് ഇടാതെ തന്നെ ഇത് കണ്ടു അത്യാവശ്യം നല്ലൊരു റെഡിഷ് കളർ ഈ ഒരു സംഭവം യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് തോന്നിയിട്ടുണ്ട്. ഇതും വലിയ പ്രൈസ് ഒന്നുമില്ല. ₹300. ഇത് 1200 രൂപയുടെയാണ്. ഇപ്പോൾ 75% ഓഫറിൽ 299 ആമസോണിൽ കിട്ടും. അപ്പം ഇതും ഗുഡാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് ഈ ഒരു സംഭവമാണ്. ഇതും പക്ഷെ നല്ല സുഖമാണ്. ഫേസിനും ആണെങ്കിലും ഒക്കെ ഒരു നല്ലൊരു റിലാക്സേഷൻ തരുന്ന ഒരു മസാജ് തരും. ഇത് പെട്ടെന്ന് റിസൾട്ട് തരും. അപ്പോൾ ഇത് മസ്റ്റായിട്ട് വാങ്ങിച്ച് യൂസ് ചെയ്യുക. കാരണം ₹300 വരുന്നുള്ളൂ ഈ സംഭവം. രണ്ടും ഒന്നിച്ച് ആണ്. ഇത് മാസിൻ്റെ ജെയ്ഡ് റോളറാണ്. പിന്നെ ഇത് ഇടുന്നതിന് മുമ്പ് കഴിവതും നമ്മുടെ സ്കിന്നിൽ ഡയറക്റ്റ് യൂസ് ചെയ്യാതിരിക്കുക. അല്ലെങ്കിൽ നല്ലൊരു വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസറോ സിറമോ എന്തെങ്കിലും അപ്ലൈ ചെയ്തിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ കുറച്ചും കൂടെ സ്കിന്നൊന്ന് വലിയാതിരിക്കും. അപ്പോൾ ബെറ്റർ ഏതെങ്കിലും ഒരു സിറമോ നിങ്ങൾ യൂസ് ചെയ്യുന്ന ക്രീമോ യൂസ് ചെയ്തിട്ട് ഇത് വെച്ച് മസാജ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ സാധനങ്ങൾ. ഏകദേശം കഴിഞ്ഞു. അപ്പോൾ ഇത്രയൊക്കെ സാധനങ്ങളാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പം വാങ്ങിച്ചതിൽ ഓൾമോസ്റ്റ് എല്ലാം അടിപൊളി പ്രൊഡക്റ്റാണ്. ഞാൻ യൂസ് ചെയ്യാത്തത് ഇതും ആ ഒരു ബ്ലീച്ചും മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ചതുകൊണ്ട് ആമസോൺ എനിക്ക് കോംപ്ലിമെൻ്ററി ആയിട്ടൊരു വലിയ ബോഡി വാഷ് അതും ഡോവിൻ്റെ ഫ്രീ ആയിട്ട് തന്നു. അത് കണ്ട് ഞാൻ ഞെട്ടി ഗൈസ്. ഭയങ്കര വലുതാണ് കേട്ടോ. ഞാനിത് ആക്ച്വലി അവർ കോംപ്ലിമെൻ്ററി എന്ന് പറഞ്ഞ് കാർട്ടിൽ ആഡ് ചെയ്തപ്പോഴത്തേക്ക് എനിക്കിത് വലുതായിട്ടൊക്കെ തോന്നി. വന്നിട്ട് ഞാൻ നോക്കും അതെന്ത് ചെയ്തു. പിന്നെയാണ് എനിക്കിതിൻ്റെ ഏറ്റവും അടിയുന്നത് ഇത് കിട്ടിയത്. സാരമില്ല, ഏതെങ്കിലും തന്നല്ലോ, ഇതെല്ലാം കൊള്ളാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പം ഞാൻ എല്ലാ പ്രോഡക്ട്സിൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. വേറൊരു വീഡിയോ ആയിട്ട് വരാം. അതിന് മുമ്പ് ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞിട്ടുള്ളതുപോലെ ഒരു ഗിവ് അവേ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. എല്ലാവരും റെഡി ആയിട്ടിരിക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും